നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർക്കെതിരെയുള്ള ലൈംഗിക ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണത്തിനൊരുങ്ങി സർക്കാർ. പരാതിക്കാരെ വിളിച്ച് മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് ശ്രമം. ഇവർക്ക് പരാതിയുണ്ടെന്ന് അറിയിച്ചാൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. IG സ്പജൻകുമാറിൻ്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് സർക്കാർ രൂപീകരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷ് പ്രത്യേക സംഘത്തിന് മേൽനോട്ടം വഹിക്കും. പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും അന്വേഷണ സംഘം പരിശോധിക്കുക. അതേസമയം ഹേമ കമ്മിറ്റി മുമ്പാകെ അതിക്രമം തുറന്നു പറഞ്ഞ വിഷയങ്ങളിൽ ഇപ്പോൾ അന്വേഷണമുണ്ടാകില്ല. ഹൈക്കോടതിയിലെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ ആണിത്. സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതികരണവുമായി വിമൻ ഇൻ സിനിമ കളക്റ്റീവ്. പുതിയ സംഘത്തിൽ പ്രതീക്ഷയുണ്ടെന്നും വീണ്ടും മൊഴി നൽകാൻ പോകേണ്ട സ്ഥിതിയിൽ ആശങ്കയുണ്ടെന്നും WCCC വ്യക്തമാക്കി. പുതിയ സംഘം നടപടി നീട്ടിക്കൊണ്ടുപോകാനാണോ എന്ന സംശയവും WCC പങ്കുവച്ചു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് പ്രതീക്ഷ വെക്കുന്നു എന്ന് WCC അംഗം ദീദി ദാമോദരൻ പറഞ്ഞു. ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്ത് വെക്കേണ്ടത് അനിവാര്യമാണെന്ന് LDF നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ രഞ്ജിത്ത് ഇന്നലെ രാവിലെ സ്ഥാനം രാജിവെച്ചു. സിനിമാ ചർച്ചയ്ക്കിടെ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് രഞ്ജിത്തിൻ്റെ രാജി. ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ സത്യം തെളിയിക്കാൻ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെച്ച് മാധ്യമപ്രവർത്തകർക്ക് അയച്ച ഓഡിയോ ക്ലിപ്പിലാണ് രഞ്ജിത്ത് ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാരിനെതിരെ നടക്കുന്ന ചെളിവാരിയെറിയലിൻ്റെ ഭാഗമായാണ് തനിക്കെതിരെ നീക്കമെന്ന് രഞ്ജിത്ത് പറയുന്നു. രഞ്ജിത്തിൻ്റെ രാജിയിൽ സന്തോഷമോ ദുഃഖമോ ഇല്ലെന്നും, എന്നാൽ രഞ്ജിത്തിൻ്റെ രാജി അദ്ദേഹം ചെയ്ത തെറ്റ് സമ്മതിക്കുന്നതിന് തുല്യമാണെന്നും രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ശ്രീലേഖ മിത്ര പറഞ്ഞു. നിരവധി പേർക്ക് ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും രഞ്ജിത്ത് അവസാനത്തെ ആളല്ലെന്നും നടി പറഞ്ഞു. രഞ്ജിത്തിനെതിരെ നിയമ നടപടിക്ക് ഇല്ലെന്നും താൻ ഒരു പാത ഇക്കാര്യത്തിൽ കാണിച്ചിട്ടുണ്ടെന്നും അത് പലരും പിന്തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ശ്രീലേഖ പറഞ്ഞു. യുവനടി രേവതി സമ്പത്ത് ഉയർത്തിയ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദീഖ് രാജിവെച്ചു. ആരോപണത്തിൻ്റെ വെളിച്ചത്തിലാണ് രാജിയെന്നും അതേസമയം തനിക്കെതിരെ ആരോപണത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും സിദ്ദീഖ് പറഞ്ഞു. 2016 തന്നെ പീഡിപ്പിച്ചുവെന്ന് യുവനടി ഉയർത്തിയ ആരോപണത്തിന് പിന്നാലെയാണ് നടൻ്റെ രാജി. സിദ്ദീഖിൻ്റെ രാജി അമ്മ സ്വാഗതം ചെയ്യുന്നുവെന്ന് അമ്മ വൈസ് പ്രസിഡന്റ് ജഗദീഷ് പറഞ്ഞു. നടിയുടെ പരാതിയിൽ കേസെടുത്താൽ അതിനെ നേരിടേണ്ടത് സിദ്ദീഖാണ്. അമ്മ എന്ന സംഘടനയിൽ കേസിന് പിന്തുണ നൽകേണ്ടതില്ലെന്നും ജഗദീഷ് പറഞ്ഞു. അമ്മ അവൈലബിൾ എക്സിക്യൂട്ടീവ് ഇന്ന് ചേരാൻ സാധ്യതയുണ്ട്. പകരം ചുമതല അടക്കമുള്ള കാര്യങ്ങൾ അതിൽ തീരുമാനിക്കും. ആരോപണ വിധേയർ ആരായാലും അധികാര സ്ഥാനത്തുണ്ടാകില്ലെന്നും ജഗദീഷ് വ്യക്തമാക്കി. സർക്കാർ ഇരയോടൊപ്പമാണ്, വേട്ടക്കാരോടൊപ്പമല്ലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ചതിന് പിന്നാലെയാണ് സജി ചെറിയാൻ്റെ പ്രതികരണം. ആരെയും സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനില്ലെന്നും മാധ്യമങ്ങൾ സർക്കാരിനെ താറടിച്ചെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. യുവനടി രേവതി സമ്പത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നടൻ സിദ്ദീഖിനെതിരെ കൊച്ചി പോലീസ് കമ്മീഷണർക്ക് വൈറ്റില സ്വദേശി പരാതി നൽകി. സിദ്ദീഖിനെതിരെ പോക്സോ ചുമത്തണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. യുവനടി രേവതി സമ്പത്ത് കഴിഞ്ഞ ദിവസമാണ് സിദ്ദീഖിനെതിരെ ഗുരുതര ലൈംഗികാരോപണം ഉന്നയിച്ചത്. നടനും MLAയുമായ മുകേഷിനെതിരെ കാസ്റ്റിംഗ് സംവിധായികയായ ടെസ് ജോസഫ് ഉന്നയിച്ച മീടു ആരോപണം വീണ്ടും ചർച്ചയാവുന്നു. നിയമം അധികാരമുള്ളവർക്ക് വേണ്ടിയാണെന്നും സ്ഥിതി മെച്ചപ്പെടുമെന്ന് എങ്ങനെ കരുതാനാകുമെന്നും ടെസ് ജോസഫ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. 2018 ടെസ് മുകേഷിനെതിരെ മീടു ആരോപണം ഉന്നയിച്ചു. കോടീശ്വരൻ പരിപാടിയുടെ അവതാരകനായിരുന്ന മുകേഷ് ഹോട്ടൽ റൂമിലെ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നുവെന്നാണ് ടെസ് അന്ന് വെളിപ്പെടുത്തിയത്. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച യുവതിയെ ഇതുവരെയും കണ്ടിട്ടില്ലെന്നും നടനും MLAയുമായ മുകേഷ് പറഞ്ഞു. ആരോപണക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് മുകേഷ് പറഞ്ഞു. താൻ CPM MLA ആയതുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്ന് തന്നെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് മുകേഷ് പ്രതികരിച്ചു.
വേട്ടക്കാരെ സംരക്ഷിക്കാനിറങ്ങിയ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. രഞ്ജിത്തിൻ്റെയും സിദ്ദീഖിൻ്റെയും രാജി സ്വാഗതം ചെയ്യുന്നുവെന്നും സതീശൻ പ്രതികരിച്ചു. സാംസ്കാരിക മന്ത്രി പരസ്യമായി രംഗത്ത് ഇറങ്ങി വേട്ടക്കാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് കേരളത്തിന് അപമാനമാണെന്നും സജി ചെറിയാൻ മുഖ്യമന്ത്രി രാജി ചോദിച്ചു വാങ്ങണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഒരാളെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി വീണ ജോർജ്. ഇരയാക്കപ്പെട്ടവർക്ക് കേസ് നൽകാൻ സഹായം ആവശ്യമെങ്കിൽ ലഭ്യമാക്കും. പരാതി കെട്ടാതെ തന്നെ കേസെടുക്കാനുള്ള വകുപ്പ് ഉണ്ടോ എന്ന് നിയമവിദഗ്ധരുമായി ആലോചിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേജുകൾ ഒഴിവാക്കിയതിനെക്കുറിച്ച് കോടതിയിൽ സർക്കാർ പറയുമെന്നും മന്ത്രി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമാ താരങ്ങൾക്കെതിരെ ഉയരുന്ന ലൈംഗികാതിക്രമ ആരോപണങ്ങൾക്കിടെ ചെഗുവേരയുടെ വാക്കുകൾ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പങ്കുവെച്ച് നടി ഭാവനയുടെ പ്രതികരണം. ലോകത്ത് എവിടെയെങ്കിലും ആർക്കെങ്കിലുമെതിരെ അനീതി നടക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പ്രാപ്തിയുണ്ടാക്കണം എന്ന ചെഗുവേരയുടെ ഉദ്ധരണികളാണ് നടി ഭാവന ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പങ്കുവച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ലെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രി അടക്കം വ്യക്തിപരമായി ആക്രമിക്കുന്നത് വ്യക്തമായ അജണ്ടയുടെ ഭാഗമാണെന്നും കേരളത്തിൽ ഉള്ളതുപോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ ലോകത്ത് വേറെ എവിടെയുമില്ലെന്നും അവർ ഇടതുപക്ഷ സർക്കാരിനെ കടന്നാക്രമിക്കുന്നുവെന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു. സിനിമാ മേഖലയിൽ ആരോപണങ്ങൾ തുടരുന്നതിനിടെ ഫേസ്ബുക്കിൽ കുറിപ്പുമായി നടി മഞ്ജു വാര്യർ ഒന്നും മറക്കരുതെന്നും ഒരു സ്ത്രീ പോരാടാൻ തീരുമാനിച്ചെടുത്തു എന്നാണ് എല്ലാം തുടങ്ങിയതെന്നും മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ അവതാളത്തിലാണെന്ന് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. നടൻ സിദ്ദീഖിനെതിരായി പോലീസിൽ പരാതി നൽകി, എന്നിട്ടും അന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് അതിക്രമത്തിനിരയായ അതിജീവിത പറഞ്ഞത്. പരാതി പറയാനെത്തുന്നവരെ അധിക്ഷേപിക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സിദ്ദീഖിൻ്റേത് അനിവാര്യമായ രാജിയെന്നും ചലച്ചിത്ര പ്രവർത്തകരായ ഭാഗ്യലക്ഷ്മിയും മാല പാർവതിയും പറഞ്ഞു. ആരോപണം വരുമ്പോൾ മാറി നിൽക്കുക എന്നതാണ് ഉചിതമായ തീരുമാനമെന്ന് ഇരുവരും പറഞ്ഞു. യുവനടിയുടെ ആരോപണത്തിന് പിന്നാലെയാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദീഖ് രാജിവെച്ചത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.